ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ ലിങ്കിലൂടെ കയറിയിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. നേരെ പ്ലേ സ്റ്റോറിൽ പോകും. പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ആപ്പിൽ കയറുന്നു. ആപ്പിൾ കയറുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അവിടെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇമെയിൽ അഡ്രസ്സ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. കൺട്രി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സെർച്ചിൽ പോയിട്ട് നമ്മുടെ ഏത് കൺട്രിയിലാണോ നിങ്ങളുള്ളത് അവിടെ നമ്മൾ സ്റ്റേറ്റ് നമ്മളവിടെ കൊടുക്കുന്നു. ഡിസ്ട്രിക്റ്റ് നമ്മളവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പിൻകോഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ ഒരു സെക്യൂരിറ്റി പിന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമുക്കൊരു OTP കിട്ടുന്നുണ്ട്. ആ OTP നമ്മളിവിടെ OTP കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. ഇമെയിൽ വെരിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. സേവ് കൊടുക്കുന്നു. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിരിക്കുന്നു. ഓക്കെ, അവിടെ എൻ്റെ രജിസ്ട്രേഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. നിങ്ങളതുപോലെ ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡ് ഇവിടെ കൊടുക്കണം. അങ്ങനെ ഫിൻസോക്ക് പേയിൽ ഞാൻ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് എൻ്റർ ചെയ്യുകയാണ്. 7346 ഇത് യൂസർ ഐ ഡി കിട്ടണമെങ്കിൽ നമുക്ക് മെയിലിലേക്ക്, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിലിലേക്ക് അതിൻ്റെ യൂസർ ഐ ഡി വന്നിട്ടുണ്ടാവും. അല്ലാതെ ഇമെയിലും മറ്റൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മെയിലിൽ പോയിട്ട് അതിൻ്റെ യൂസർ ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അങ്ങനെ ലോഗിൻ സക്സസ്ഫുള്ളി ആയിരിക്കുകയാണ്. ആ യൂസർ ഐ ഡി ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്തതിൽ ചെയ്യാം.